സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്ററിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വേക്കൻസികൾ, ആപ്ലിക്കേഷൻ ഫീസ്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസായിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ്, മുന്നേ അറിയപ്പെട്ടിരുന്നത് എയർ ഇന്ത്യ ട്രാൻസ്പോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്നായിരുന്നു. ഇപ്പം AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഓക്കെ, അതിലേക്കാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത്. സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ് പോസ്റ്റ്. ഇപ്പം അവസരങ്ങൾ വന്നിട്ടുള്ളത് ചെന്നൈയിലും മുംബൈയിലുമാണ്. ചെന്നൈയിൽ 34 പോസ്റ്റ് ഉണ്ട്, മുംബൈയിൽ 96 പോസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് എക്സാമിനേഷനും കാര്യങ്ങളൊന്നുമില്ല, ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ ചെന്നൈയിലേക്കും മുംബൈയിലേക്കും സെയിം ഡേയിൽ തന്നെയാണ്. അതായത് ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിലാണെങ്കിൽ AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ്, AI യൂണിറ്റി കോംപ്ലക്സ്, പല്ലവരം കണ്ടോൺമെൻറ്റ്, ചെന്നൈ എന്നുള്ള വിലാസത്തിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. മുംബൈയിലാണെങ്കിൽ AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ്, GSD കോംപ്ലക്സ്, CSMI എയർപോർട്ട് നിയർ CISF ഗേറ്റ് നമ്പർ 5, സഹർ, അന്തേരി ഈസ്റ്റ്, മുംബൈ എന്നുള്ള വിലാസത്തിലാണ് മുംബൈയിൽ ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. രണ്ടും ഫെബ്രുവരി 1 തൊട്ട് 3 തീയതി വരെയാണ്. രാവിലെ 9 മണി മുതൽ 12 മണി വരെയാണ് ഇൻ്റർവ്യൂ നടക്കുക. ഇതിലേക്ക് മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, ഇതിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് വയ്യെ പറയാം. ഇതിലേക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതും പറയാം, ആപ്ലിക്കേഷൻ ഫീസ് എന്താണെന്നുള്ളതൊക്കെ പറയാം. ഫസ്റ്റ് തന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കും. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ഫുൾ ടൈം ഗ്രാജുവേഷൻ. ഫുൾ ടൈം ആയിട്ടുള്ള ഗ്രാജുവേഷൻ, അതായത് വെച്ചാൽ 10ാം ക്ലാസ്, +2, പിന്നെ 3 വർഷത്തെ ഡിഗ്രി എന്നുള്ള രീതിയിൽ ഫുൾ ടൈം ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഒരു പ്രിഫറൻസ് ലഭിക്കും, ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സാലറി, ഇതിലേക്കുള്ള സാലറി എന്ന് പറയുമ്പോൾ 27,450 രൂപയാണ് നിങ്ങൾക്ക് പെർ മന്ത് സാലറി ആയിട്ട് ലഭിക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBCക്കാർക്ക് 3 വർഷത്തെയും SC/STക്കാർക്ക് 5 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് എന്നുള്ളതായിരിക്കും ജോലി. എന്ന് വെച്ചാൽ എയർപോർട്ടുകളിലും ചെന്നൈ, മുംബൈ എയർപോർട്ടുകളിൽ സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ജോലിയായിട്ട് വരിക. ഓക്കെ, പിന്നീട് ഇതിലേക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഇതൊരു താൽക്കാലിക ജോലിയാണ്. താൽക്കാലിക ജോലി എന്ന് പറയുമ്പോൾ 3 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ആ കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ 3 വർഷത്തിന് ശേഷമൊക്കെ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചൊക്കെ നീട്ടി കിട്ടിയേക്കാം. അതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. 3 വർഷത്തേക്കായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടാവുക. നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി കഴിയുകയാണെങ്കിൽ അതിനുശേഷം ഒരു ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിന് ശേഷം ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും ചിലപ്പോൾ ആ ദിവസം അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിരിക്കും നടക്കുക. ഓക്കെ, അതെല്ലാം പാസ്സായി കഴിഞ്ഞാലാണ് ഇതിലേക്ക് ജോലി ലഭിക്കുക. ഓക്കെ, ഇതിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ ആപ്ലിക്കൻസ് മീറ്റിംഗ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതെന്ന് വെച്ചാൽ ഇതിലേക്ക് 1 ജനുവരി 2024 നിങ്ങൾ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി അങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അയക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഒരു 500 രൂപയുടെ DD എടുത്തിട്ട്, അതെന്ന് വെച്ചാൽ AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിൻ്റെ പേരിൽ 500 രൂപയുടെ ഒരു DD എടുത്തിട്ട് ഇതിൻ്റെ താഴെ ഒരു ഇത് പറയുന്നുണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ മുകളിൽ പറഞ്ഞിട്ടുള്ളതൊന്നുമില്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ മുംബൈയിൽ വെനുവിൽ പോവുകയാണ്, ഇൻ്റർവ്യൂ നടക്കുന്നിടത്ത് പോവുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടത്. അല്ലാതെ നിങ്ങൾ ആപ്ലിക്കേഷന് അവിടേക്ക് അയക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, നിങ്ങളത് ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചിട്ട് നേരെ അവിടെ പോവുക, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ PT പങ്കെടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് പങ്കെടുക്കാം. ശേഷം സെലക്ഷൻ ആവുകയാണെങ്കിൽ ജോലിക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് ജോലി കിട്ടാനുള്ള മാർഗം. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം, AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് പൂരിപ്പിക്കുക. അതിനുശേഷം അയക്കല്ല, നേരിട്ട് അവിടെ പോയിട്ട് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് ജോലി മേടിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് മറക്കണ്ട. ഫെബ്രുവരി 1, 2, 3 തീയതികളാണ് ചെന്നൈ, മുംബൈ എന്നിവിടങ്ങളിൽ ഇൻ്റർവ്യൂ നടക്കുന്നത്. എന്തായാലും നിങ്ങൾ ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഇങ്ങനത്തെ എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.